ഇപ്പോൾ വന്നു ഈ തൊടുന്നതിന് പിടിക്കുന്നതിനൊക്കെ നാർസിസ്റ്റിക് ആണ്, ട്രോമ ബോണ്ടിങ് ആണെന്നൊക്കെ ആൾക്കാർ വാരി വലിച്ച് പറയണ സ്ഥിതിയായിട്ടുണ്ട്. എന്നാൽ ആർക്കെങ്കിലും അറിയാവോ എന്താണെന്നുള്ളത്? മിക്കവർക്കും അറിഞ്ഞൂടാ എന്നുള്ളതാണ് സത്യം. അത്തരം ഒരു റിലേഷൻഷിപ്പിനെ പല സ്റ്റേജസ് ഉണ്ട് ആക്ച്വലി. അതിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലവ് ബോംബിങ് സ്റ്റേജാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആകുമ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിരുന്ന അങ്ങനൊരു പേഴ്സൺ ആയിരിക്കും ഇത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ പിടിച്ചു പറ്റി തുടങ്ങുന്ന സ്റ്റേജാണ്. അതിൻ്റെ തൊട്ട് പുറകെ മൂന്നാമത്തെ സ്റ്റേജ് വരും. ഈ ചെറിയ ചെറിയ ക്രിറ്റിസിസംസ് ഒക്കെ നടത്തി തുടങ്ങുന്ന സ്റ്റേജാണിത്. നോർമൽ റിലേഷൻഷിപ്പിലും ഇത് വരാമെങ്കിലും ഇവിടെ വരുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ പുറകെ വരുന്നതാണ് ഈ വ്യത്യാസത്തെ കൂടുതൽ പ്രകടമാക്കുന്നത്. എന്ത് മോശപ്പെട്ട കാര്യം നടന്നാലും, എന്ത് അബദ്ധം സംഭവിച്ചാലും അതെല്ലാം നിങ്ങളുടെ കുറ്റം എന്നുള്ളത് പോലെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേജാണത്. ഇവിടെ നിങ്ങൾക്കൊരല്പം റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും, കാരണം നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കംപ്ലീറ്റ് അങ്ങ് ഓഫ് ആയിട്ടില്ല. പക്ഷേ അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പോഴേ ആ റെസിസ്റ്റൻസ് അങ്ങ് പോയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ സെൽഫ് ഡൗട്ടിലോട്ട് പോകുന്നൊരു സ്റ്റേജാണത്. ഓക്കെ, അപ്പം ഞാനാണോ കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അടുത്തത് ഡോമിനൻസ് സ്റ്റേജാണ്. ഏകദേശം സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിൽ കൊടുത്ത അവസ്ഥ. അടുത്തത് 6th സ്റ്റേജാണ്. നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് ഏകദേശം അവരുടെ അടിമയെ പോലെ നമ്മൾ പെരുമാറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജാണിത്. ആൻഡ് 7th സ്റ്റേജ് ഫൈനൽ സ്റ്റേജാണ്. മിക്കവരും തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമാണ്, ഇതൊരു അഡിക്ഷൻ പോലെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഫ്രണ്ട്സ് ഇത് തിരിച്ചറിഞ്ഞ് അവരതിൽ നിന്ന് മാറ്റാൻ നോക്കിയാൽ പോലും അവരെ കൊണ്ട് അതിന് സാധിക്കാതെ വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എത്രയും വേഗം ഒരു സൈക്കോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്യുക.